പുരാതന കാലത്തെ രാജാവായിരുന്ന സത്യവ്രതൻ നദിക്കരയിൽ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. നീണ്ട വർഷത്തെ ഭരണത്തിന് ശേഷം തന്റെ മനസ്സ് ശാന്തി തേടുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അഗാധമായ ചിന്തകളിൽ അദ്ദേഹം മുഴുകിയിരുന്നു. അസ്തമയ സൂര്യന്റെ സ്വർണ്ണ നിറം പുഴവെള്ളത്തിൽ പ്രതിഫലിച്ചു. അർഘ്യം അർപ്പിക്കാനായി കൈകളിൽ ജലം കോരിയെടുത്തപ്പോൾ അതിൽ ഒരു ചെറിയ സ്വർണ്ണ മത്സ്യം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് അത്ഭുതകരമായി സംസാരിച്ചു. രാജാവേ, എന്നെ രക്ഷിക്കൂ. ഈ പുഴയിലെ വലിയ ജീവികൾ എന്നെ വിഴുങ്ങും. കാരുണ്യവാനായ സത്യവ്രതൻ ആ കുഞ്ഞു മത്സ്യത്തെ തന്റെ കമണ്ടലുവിലേക്ക് മാറ്റി. എന്നാൽ ആ മത്സ്യം അതിവേഗം വളർന്നു. കമണ്ടലുവും കുളവും പുഴയും അതിന് മതിയാകാതെ വന്നു. ഒടുവിൽ അതിനെ സമുദ്രത്തിൽ വിട്ടപ്പോൾ അത് ആകാശത്തോളം വലുതായി. നീ വെറുമൊരു ദിവ്യരൂപമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, സത്യവ്രതൻ വിനയത്തോടെ പറഞ്ഞു. ആ വലിയ മത്സ്യം അദ്ദേഹത്തിന് വരാനിരിക്കുന്ന മഹാപ്രളയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. 7 ദിവസത്തിനുള്ളിൽ സമുദ്രം കരയെ വിഴുങ്ങും. സകല ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും വിത്തുകൾ ശേഖരിച്ച് ഒരു വലിയ കപ്പലിൽ കയറുക, മത്സ്യം നിർദ്ദേശിച്ചു. വിനാശത്തിനിടയിലും പുതിയൊരു ലോകത്തിന് അടിത്തറ പാകേണ്ട ഭാരം തന്റെ ചുമലിലാണെന്ന് സത്യവ്രതൻ വേദനയോടെയും ഉത്തരവാദിത്വത്തോടെയും മനസ്സിലാക്കി. പ്രളയം ആരംഭിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ മഴ പെയ്തു. പ്രക്ഷുബ്ധമായ കടലിൽ സത്യവ്രതന്റെ കപ്പൽ ഉലഞ്ഞു. അപ്പോൾ സ്വർണ്ണ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ തലയിലുണ്ടായിരുന്ന വലിയ കൊമ്പിൽ വാസുകി എന്ന സർപ്പത്തെ കയറാക്കി സത്യവ്രതൻ കപ്പൽ ബന്ധിച്ചു. ആ വലിയ തിരമാലകൾക്കിടയിലൂടെ മത്സ്യം കപ്പലിനെ സുരക്ഷിതമായി നയിച്ചു. ജലനിരപ്പ് താഴ്ന്നപ്പോൾ കപ്പൽ ഹിമവൽ ശൃംഗത്തിൽ അടുത്തു. സത്യവ്രതൻ പുതിയ ലോകത്തിന്റെ മനുവായി മാറി. നാശം എന്നത് അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. അനന്തമായ സമുദ്രത്തിലേക്ക് മറഞ്ഞു പോകുന്ന ആ ദിവ്യ മത്സ്യത്തെ നോക്കി അദ്ദേഹം നന്ദിയോടെ തൊഴുതു.